നമസ്കാരം. പശ്ചിമ ബംഗാളിൽ ബി.ജെ.പി. സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് മുന്നോടിയായി കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിൽ അരങ്ങേറിയത് അത്യന്തം വൈകാരികമായ രംഗങ്ങളാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ ചരിത്രത്തിൽ സുവർണ ലിപികളാൽ രേഖപ്പെടുത്തേണ്ട ഒന്നാണ് പശ്ചിമ ബംഗാളിലെ അധികാര ആരോഹണം എന്നതിൽ സംശയമില്ല. ദശകങ്ങൾ നീണ്ട കമ്മ്യൂണിസ്റ്റ് ഭരണത്തെയും തുടർന്ന് വന്ന തൃണമൂൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തെയും അതിജീവിച്ച് ബി.ജെ.പി. ബംഗാളിൽ പതാക ഉയർത്തുമ്പോൾ ആ വിജയത്തിന്റെ പിന്നിൽ നിശബ്ദരായി പ്രവർത്തിച്ച ആയിരക്കണക്കിന് സാധാരണക്കാരായ പ്രവർത്തകരുടെ വിയർപ്പും രക്തവുമുണ്ട്. അത്തരത്തിൽ ഒരു പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്കായി സ്വന്തം ജീവിതം തന്നെ ഒഴിഞ്ഞുവെച്ച ലക്ഷക്കണക്കിന് പ്രവർത്തകരുടെ പ്രതീകമായിട്ടാണ് 97 വയസ്സുകാരനായ മഖൻലാൽ സർക്കാർ ഇന്ന് ലോകത്തിന് മുന്നിൽ നിൽക്കുന്നത്. മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്യുന്ന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഖൻലാൽ സർക്കാരിന്റെ പാദങ്ങൾ തൊട്ട് വന്ദിച്ചതും അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചതും വെറുമൊരു വൈകാരിക നിമിഷമല്ല, മറിച്ച് തലമുറകളായി പൊരുതിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം തങ്ങളുടെ മുൻഗാമികൾക്ക് നൽകിയ ഏറ്റവും വലിയ ആദരമാണ്. മഖൻലാൽ സർക്കാരിന്റെ ജീവിതം പരിശോധിച്ചാൽ അത് ഭാരതത്തിന്റെ തന്നെ രാഷ്ട്രീയ പരിണാമത്തിന്റെ ഒരു നേർക്കാഴ്ചയാണെന്ന് മനസ്സിലാക്കാം. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ നാളുകളിൽ തന്നെ ദേശീയ പ്രസ്ഥാനങ്ങളോട് ആകർഷണമായ അദ്ദേഹം ബി.ജെ.പിയുടെ ആദ്യ രൂപമായ ഭാരതീയ ജനസംഘത്തിന്റെ കാലം മുതൽ പാർട്ടിക്കായി പ്രവർത്തിച്ചു തുടങ്ങിയ വ്യക്തിയാണ്. 1952 ജനസംഘം സ്ഥാപകൻ ശ്യാമപ്രസാദ് മുഖർജിക്കൊപ്പം കശ്മീരിൽ ദേശീയ പതാക ഉയർത്തുവാൻ പോയ ചരിത്രപ്രധാനമായ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത ചുരുക്കം ചിലരിൽ ഒരാളായിരുന്നു മഖൻലാൽ. ആ സമരത്തിനിടയിൽ അദ്ദേഹം കശ്മീരിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെടുകയും മാസങ്ങളോളം ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തു. അന്ന് അദ്ദേഹം വിതച്ച വിത്തുകളാണ് ഇന്ന് ബംഗാൾ മണ്ണിൽ ബി.ജെ.പി. സർക്കാരായി പടർന്ന് പന്തലിച്ചു നിൽക്കുന്നത്. ഇത് ഏവരെയും വിസ്മയിപ്പിക്കുന്ന ഒരു വസ്തുതയാണ്. 1970കളിൽ ഭാരതീയ ജനതാ പാർട്ടി ഔദ്യോഗികമായി രൂപം കൊണ്ട സമയത്ത് ബംഗാളിൽ പാർട്ടിക്ക് പറയത്തക്ക സ്വാധീനമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ വെസ്റ്റ് ദിനാജ്പൂർ, ജയ്പാൽഗുരി, ഡാർജിലിംഗ് തുടങ്ങിയ വടക്കൻ ബംഗാൾ ജില്ലകളിൽ പാർട്ടിയുടെ സംഘടന കെട്ടിപ്പടുക്കുവാൻ മഖൻലാൽ സർക്കാർ നടത്തിയ പരിശ്രമങ്ങൾ അതുല്യമാണ്. സൗകര്യങ്ങളോ ഫണ്ടോ ഇല്ലാതിരുന്ന ആ കാലഘട്ടത്തിൽ ഒരു വർഷം കൊണ്ട് 10,000-ലധികം അംഗങ്ങളെ പാർട്ടിയിൽ ചേർക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. 1971 മുതൽ തുടർച്ചയായി 7 വർഷം അദ്ദേഹം ജില്ലാ പ്രസിഡന്റായി സേവനം അനുഷ്ഠിക്കുകയും ചെയ്തു. ഒരു പ്രത്യേക പദവിയിൽ ഒരാൾ 2 വർഷത്തിലധികം തുടരാത്ത രാഷ്ട്രീയ സാഹചര്യത്തിലാണ് അദ്ദേഹം 7 വർഷം ആ കസേരയിൽ ഇരുന്നത് എന്നത് അദ്ദേഹത്തിന്റെ സ്വീകാര്യതയും കഠിനാധ്വാനത്തെയും അടിവരയിടുന്നതാണ്. ഭാരതത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ വിപ്ലവങ്ങളുടെയും സാംസ്കാരിക നവോത്ഥാനത്തിന്റെയും കേന്ദ്രമായ പശ്ചിമ ബംഗാൾ കഴിഞ്ഞ കുറച്ച് പതിറ്റാണ്ടുകളായി രാഷ്ട്രീയ ആക്രമണങ്ങളുടെയും ചോരപ്പുഴകളുടെയും കൂടി വിളനിലമായി മാറിയിരിക്കുന്നു എന്നത് ഒരു ദുഃഖ സത്യമാണ്. ബംഗാൾ മണ്ണിൽ ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് കൈവരിച്ചിരിക്കുന്ന സമാനതകളില്ലാത്ത വളർച്ചയ്ക്ക് പിന്നിൽ ദശകങ്ങളായി അടിച്ചമർത്തപ്പെട്ടും വേട്ടയാടപ്പെട്ടും കഴിഞ്ഞ ആയിരക്കണക്കിന് സാധാരണക്കാരായ പ്രവർത്തകരുടെ കണ്ണീരും ചോരയും കലർന്ന കഠിനമായ പോരാട്ടത്തിന്റെ ചരിത്രമുണ്ട്. ഇടത് കോട്ടകളിലും പിന്നീട് തൃണമൂൽ കോൺഗ്രസിന്റെ ആധിപത്യത്തിലും ബി.ജെ.പി. എന്ന പേര് ഉച്ചരിക്കുന്നത് പോലും ജീവൻ പണയപ്പെടുത്തിയിട്ടുള്ള സാഹസമായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ശ്യാമപ്രസാദ് മുഖർജിയുടെ ജന്മനാട്ടിൽ സ്വന്തം പ്രത്യയശാസ്ത്രം ഉയർത്തിപ്പിടിച്ചതിന്റെ പേരിൽ CPM-ന്റെയും തൃണമൂലിന്റെയും പാർട്ടി ഗ്രാമങ്ങളിൽ ബി.ജെ.പി. പ്രവർത്തകർ നേരിട്ട ക്രൂരമായ പീഡനങ്ങളും വേട്ടയാടലുകളും സ്വതന്ത്ര ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഭീകരമായ രാഷ്ട്രീയ അടിച്ചമർത്തലുകളിൽ ഒന്നായിട്ടാണ് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ബംഗാളിൽ 34 വർഷം നീണ്ടുനിന്ന ഇടത് ഭരണകാലത്ത് ബി.ജെ.പി. പ്രവർത്തകർ നേരിട്ടത് വ്യവസ്ഥാപിതമായ ഉന്മൂലന സിദ്ധാന്തത്തെയായിരുന്നു. CPM-ന്റെ ഹർമദ് വാഹിനി എന്നറിയപ്പെട്ടിരുന്ന സായുധ ഗുണ്ടകൾ പാർട്ടി ഗ്രാമങ്ങളിൽ നടപ്പിലാക്കിയിരുന്ന നിയമം ചോദ്യം ചെയ്യപ്പെടാത്തതായിരുന്നു. അക്കാലത്ത് ബി.ജെ.പിക്ക് വേണ്ടി വോട്ട് ചെയ്യുകയോ പാർട്ടി പതാക ഉയർത്തുകയോ ചെയ്യുന്നത് ആത്മഹത്യാപരമായിരുന്നു. ബി.ജെ.പി. പ്രവർത്തകരുടെ വീടുകൾക്ക് തീയിടുക, അവരുടെ കൃഷിഭൂമികൾ പിടിച്ചെടുക്കുക, സാമൂഹികമായി ഒറ്റപ്പെടുത്തുക എന്നിവ CPM ഗുണ്ടകളുടെ വിനോദമായിരുന്നു. പോലീസിനെ നോക്കുകുത്തിയാക്കി പാർട്ടി കോടതികൾ സ്ഥാപിച്ച് ശിക്ഷ നടപ്പിലാക്കിയിരുന്ന അക്കാലത്ത് അനേകം ബി.ജെ.പി. പ്രവർത്തകർക്ക് സ്വന്തം ഗ്രാമങ്ങളിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. തങ്ങളുടെ രാഷ്ട്രീയ ശത്രുക്കളെ കായികമായി ഇല്ലാതാക്കുന്നതിൽ CPM കാണിച്ച ക്രൂരത പലപ്പോഴും അതിരുകൾ ലംഘിച്ചു. ഗ്രാമങ്ങളിലെ പാവപ്പെട്ട കർഷകരായ ബി.ജെ.പി. പ്രവർത്തകർക്ക് റേഷൻ കാർഡുകൾ പോലും നിഷേധിച്ചു. അവരുടെ തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കിയും അവരെ സാമ്പത്തികമായി തകർക്കാനുള്ള നീക്കങ്ങളും ഭരണകൂടത്തിന്റെ ഒത്താശയോടെ അന്ന് തകൃതിയായി നടന്നിരുന്നു. ഇടത് ഭരണത്തിന് അന്ത്യം കുറിച്ച് മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നതോടെ ആക്രമണങ്ങളുടെ സ്വഭാവം കൂടുതൽ ഭീകരമായി മാറുകയായിരുന്നു ചെയ്തത്. മാതി മാനുഷ് എന്ന മുദ്രാവാക്യം ഉയർത്തി അധികാരത്തിൽ വന്ന തൃണമൂൽ രാഷ്ട്രീയ എതിരാളികളെ അടിച്ചമർത്തുന്ന കാര്യത്തിൽ CPM-നെ പോലും പിന്നിലാക്കി. ബി.ജെ.പി. ബംഗാളിൽ ഒരു പ്രധാന രാഷ്ട്രീയ ശക്തിയായി വളരാൻ തുടങ്ങിയതോടെ തൃണമൂൽ ഗുണ്ടകളുടെ ആക്രമണം ഉച്ചസ്ഥായിലെത്തി. ഓരോ തെരഞ്ഞെടുപ്പിന് ശേഷവും ബി.ജെ.പി. പ്രവർത്തകർക്ക് നേരെ അടിച്ചുവിടുന്ന പോസ്റ്റ് പോൾ വയലൻസ് അഥവാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആക്രമണങ്ങൾ ബംഗാളിന്റെ മാത്രം ശാപമായി മാറി. 100 കണക്കിന് ബി.ജെ.പി. പ്രവർത്തകർ ഈ കാലയളവിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ബി.ജെ.പി. പ്രവർത്തകരുടെ സ്ത്രീകളെ അപമാനിക്കുന്നതും വീടുകൾ തകർക്കുന്നതും തൃണമൂൽ ഗുണ്ടകളുടെ ആയുധമായി ഉപയോഗിച്ചു. പാർട്ടിയുടെ ജില്ലാ ഓഫീസുകൾക്ക് ബോംബ് എറിഞ്ഞ് തകർക്കുന്നതും
നേതാക്കളെ കള്ളക്കേസുകൾ കുടുക്കി ജയിലിലടയ്ക്കുന്നത് നിത്യസംഭവമായി മാറി. ബംഗാളിലെ ഉൾഗ്രാമങ്ങളിൽ BJP പതാക കെട്ടാൻ ശ്രമിക്കുന്ന പ്രവർത്തകരെ മരത്തിൽ കെട്ടിത്തൂക്കി കൊല്ലുകയും അത് ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കുകയും ചെയ്യുന്ന ഭീകരമായ രീതികൾ തൃണമൂൽ ഭരണത്തിൽ പലയിടത്തും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. വോട്ടെണ്ണൽ ദിനത്തിൽ BJP ഏജന്റുമാരെ ബൂത്തുകളിൽ നിന്ന് ആട്ടിയോടിക്കുകയും വോട്ടർമാരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നത് തൃണമൂലിന്റെ ശൈലിയായി. പോലീസ് സ്റ്റേഷനുകൾ തൃണമൂൽ പാർട്ടി ഓഫീസുകളായി മാറിയപ്പോൾ അക്രമത്തിന് ഇരയാകുന്ന BJP പ്രവർത്തകർക്ക് നീതി എന്നത് അപ്രാപ്യമായ ഒന്നായി മാറി. കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ഏറ്റെടുക്കേണ്ടി വന്ന പല കേസുകളിലും തൃണമൂൽ നേതാക്കളുടെയും ഗുണ്ടകളുടെയും നേരിട്ടുള്ള പങ്കാളിത്തം വ്യക്തമായിരുന്നു. ഇത്രയേറെ ആക്രമണങ്ങൾ നേരിട്ടും തങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങളിൽ നിന്ന് അണുവിട മാറാതെ പോരാടിയ പ്രവർത്തകരാണ് ഇന്ന് ബംഗാളിൽ BJPയുടെ വിജയക്കൊടി ഉയർത്തിയിരിക്കുന്നത്. അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോഴും കൂടുതൽ കരുത്തോടെ ഉയർത്തെഴുന്നേറ്റ BJP പ്രവർത്തകരുടെ ത്യാഗം വരും തലമുറകൾക്ക് വലിയൊരു പാഠമാണ് നൽകുന്നത്. CPMന്റെയും തൃണമൂലിന്റെയും ഭീകരവാഴ്ചക്കിടയിലും തളരാതെ നിന്ന ആ നിശ്ചയദാർഢ്യമാണ് ബംഗാളിന്റെ രാഷ്ട്രീയ ഭാവിയെ ഇന്ന് മാറ്റിമറിച്ചിരിക്കുന്നത്. BJP ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമായി വളർന്നതിന് പിന്നിൽ മഖൻലാൽ സർക്കാരിനെ പോലെയുള്ള അനേകം പേരുടെ ത്യാഗമുണ്ട്. ബംഗാളിലെ രാഷ്ട്രീയ പോരാട്ടങ്ങളിൽ തങ്ങളുടെ വീടും സമ്പാദ്യവും ചിലപ്പോൾ ജീവൻ പോലും ബലി നൽകേണ്ടി വന്ന സാധാരണക്കാരായ കാര്യകർത്താക്കളുടെ പ്രതിനിധിയായാണ് അദ്ദേഹത്തെ പ്രധാനമന്ത്രി ആദരിച്ചത്. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിലെ ലക്ഷക്കണക്കിന് ജനങ്ങളെ സാക്ഷിയാക്കി നടന്ന ആ ദൃശ്യം അധികാരമല്ല, മറിച്ച് പ്രത്യയശാസ്ത്രത്തോടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത കൂറാണ് ഒരു പ്രസ്ഥാനത്തിന്റെ കരുത്ത് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തി. സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ ബംഗാളിൽ ഒരു പുതിയ ഭരണം ആരംഭിക്കുമ്പോൾ അത് മുൻഗാമികൾ നടത്തിയ പോരാട്ടങ്ങളുടെ സാക്ഷാത്കാരമാണെന്ന് ഓരോ BJP പ്രവർത്തകനും അഭിമാനത്തോടെ ഓർക്കുന്നു. ഒരു മുതിർന്ന പ്രവർത്തകന്റെ മുന്നിൽ പ്രധാനമന്ത്രി കുനിഞ്ഞത് പ്രസ്ഥാനത്തിന്റെ വേരുകൾ ഒരിക്കലും മറക്കില്ലെന്ന വലിയ സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 97 വയസ്സുകാരനായ മഖൻലാൽ സർക്കാരിന്റെ പാദങ്ങൾ തൊട്ട് വന്ദിച്ച നിമിഷം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നതിലുപരി ഭാരതീയ ജനതാ പാർട്ടി ഒരു കുടുംബമാണ് എന്നും അതിന്റെ കരുത്ത് ഓരോ സാധാരണ പ്രവർത്തനങ്ങളാണ് എന്നും ലോകത്തിന് മുന്നിൽ വിളിച്ചു പറയുന്നതായിരുന്നു. അധികാരത്തിന്റെ ഉത്തുംഗ ശ്രേണിയിൽ നിൽക്കുന്ന രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പാർട്ടിക്ക് വേരോട്ടമില്ലാതിരുന്ന കാലത്ത് പ്രതിസന്ധികളെ അതിജീവിച്ച് സംഘടന കെട്ടിപ്പടുത്ത ഒരു വൃദ്ധനായ കാര്യകർത്താവിന്റെ മുന്നിൽ ശിരസ് നമിക്കുമ്പോൾ അത് താഴെത്തട്ടിലുള്ള ലക്ഷക്കണക്കിന് BJP പ്രവർത്തകർക്ക് നൽകുന്ന ആത്മവിശ്വാസവും ആവേശവും വിവരണാതീതമാണ്. ഈ ഒരു പ്രവൃത്തി കേവലം ഒരു ബഹുമാന പ്രകടനമല്ല, മറിച്ച് BJP എന്ന സംഘടനയുടെ ആത്മാവ് തൊട്ടറിയുന്ന ഒരു സന്ദേശമാണ് ഓരോ പ്രവർത്തനങ്ങളിലേക്കും എത്തിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ഈ എളിമയും ആദരവും BJP പ്രവർത്തകരെ സ്വാധീനിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അംഗീകാരം എന്ന വികാരമാണ്. രാഷ്ട്രീയ പാർട്ടികൾ പലപ്പോഴും അധികാര കേന്ദ്രീകൃതമായി മാറാറുണ്ട് എങ്കിലും BJPയിൽ ഒരു സാധാരണ പ്രവർത്തകന്റെ ത്യാഗത്തിന് നൽകുന്ന വില എത്രത്തോളം വലുതാണ് എന്ന് ഈ സംഭവം തെളിയിക്കുന്നു. CPMന്റെയും തൃണമൂലിന്റെയും ക്രൂരമായ ആക്രമണങ്ങൾക്കിടയിലും പാർട്ടിക്കായി നെഞ്ചു വിരിച്ചു നിന്ന ബംഗാളിലെ ഓരോ പ്രവർത്തകനും മഖൻലാൽ സർക്കാരിൽ തങ്ങളെ തന്നെയാണ് കണ്ടത്. തങ്ങൾ ചെയ്യുന്ന നിശബ്ദമായ സേവനം എന്നെങ്കിലും അംഗീകരിക്കപ്പെടുമെന്നും രാജ്യത്തിന്റെ പരമോന്നത നേതാവ് പോലും തങ്ങളുടെ അധ്വാനത്തെ വിലമതിക്കുന്നുണ്ടെന്നുമുള്ള തിരിച്ചറിവ് പ്രവർത്തകരുടെ വീര്യം ഇരട്ടിയാക്കുന്നു. ഇത് പാർട്ടിയോടുള്ള അവരുടെ കൂറ് വർദ്ധിപ്പിക്കുകയും വരുംകാല പോരാട്ടങ്ങളിൽ കൂടുതൽ കരുത്തോടെ നിലകൊള്ളുവാൻ അവരെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. തലമുറകൾ തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെ ദൃഢപ്പെടുത്തുന്ന ഒന്നുകൂടിയാണ് പ്രധാനമന്ത്രിയുടെ ഈ പ്രവൃത്തി. പുതിയ തലമുറയിലെ പ്രവർത്തകർക്ക് തങ്ങളുടെ മുൻഗാമികൾ നടത്തിയ പോരാട്ടങ്ങളെക്കുറിച്ചും അവർ സഹിച്ച ത്യാഗങ്ങളെക്കുറിച്ചും ബോധ്യമുണ്ടാക്കുവാൻ ഇത്തരം നിമിഷങ്ങൾ കാരണമാകുന്നു. ശ്യാമപ്രസാദ് മുഖർജിക്കൊപ്പം ജയിൽവാസം അനുഭവിച്ച മഖൻലാൽ സർക്കാരിനെ പോലെയുള്ളവരുടെ ചരിത്രം പുതുതലമുറയിലേക്ക് കൈമാറുന്നതിലൂടെ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രപരമായ അടിത്തറ കൂടുതൽ ശക്തമാകുന്നു. തങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന രാഷ്ട്രീയമായ മേൽക്കൈ ദശകങ്ങൾ നീണ്ട പോരാട്ടത്തിന്റെ ഫലമാണെന്ന് ബോധ്യപ്പെടുമ്പോൾ അത് പ്രവർത്തകരിൽ ഉത്തരവാദിത്ത ബോധം വളർത്തുന്നു. കേവലം തെരഞ്ഞെടുപ്പ് വിജയങ്ങൾക്കും അപ്പുറം രാജ്യസേവനത്തിനായി ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരു വലിയ പാരമ്പര്യത്തിന്റെ ഭാഗമാണ് തങ്ങളെന്ന അഭിമാനം ഓരോ BJP കാര്യകർത്താവിലും നിറയ്ക്കും. സംഘടനാപരമായ തലത്തിൽ നോക്കിയാൽ ഈ സംഭവം പ്രവർത്തകർക്കിടയിൽ ഐക്യം വർദ്ധിപ്പിക്കാൻ സഹായകമാക്കും. അധികാര സ്ഥാനങ്ങൾക്കും സ്ഥാനമാനങ്ങൾക്കും അപ്പുറം ഓരോ പ്രവർത്തകനും തുല്യനാണെന്ന സന്ദേശം ഇത് നൽകുന്നു. ഒരു സാധാരണ കാര്യകർത്താവിന്റെ ത്യാഗം പ്രധാനമന്ത്രി നേരിട്ട് വന്ന് അംഗീകരിക്കുമ്പോൾ പാർട്ടിയിലെ മറ്റ് നേതാക്കളും തങ്ങളുടെ പ്രവർത്തകരെ കൂടുതൽ ആദരവോടെ കാണാൻ പ്രേരിതരാകും. ഇത് പാർട്ടിക്കുള്ളിലെ ജനാധിപത്യപരമായ അന്തരീക്ഷത്തെയും സ്നേഹബന്ധത്തെയും ദൃഢപ്പെടുത്തും. ബംഗാൾ പോലെയുള്ള വെല്ലുവിളികൾ നിറഞ്ഞ സംസ്ഥാനങ്ങളിൽ ഇത്തരം വൈകാരികമായ ഐക്യം പാർട്ടിയുടെ അടിത്തറ ഭദ്രമാക്കാൻ അത്യാവശ്യമാണ്. ഓരോ BJP പ്രവർത്തകനും തൻ്റെ പ്രസ്ഥാനത്തിൽ താൻ സുരക്ഷിതനാണ് എന്നും തൻ്റെ കഷ്ടപ്പാടുകൾ വിസ്മരിക്കപ്പെടില്ല എന്നുമുള്ള ഉറച്ച ബോധ്യം ഈ പ്രവൃത്തിയിലൂടെ കൈവരുന്നു. ചുരുക്കത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഖൻലാൽ സർക്കാരിന്റെ പാദം വന്ദിച്ച ആ നിമിഷം BJP പ്രവർത്തകർക്ക് നൽകുന്നത് വെറുമൊരു ആവേശമല്ല, മറിച്ച് ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരത്തിന്റെ പാഠമാണ്. വിനയവും കൃതജ്ഞതയും ഒരു നേതാവിന്റെ ഏറ്റവും വലിയ ഗുണങ്ങളാണ് എന്നും താഴെത്തട്ടിലുള്ള പ്രവർത്തകനാണ് പാർട്ടിയുടെ യഥാർത്ഥ യജമാനാണെന്നും അദ്ദേഹം വീണ്ടും തെളിയിച്ചു. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലും രാഷ്ട്രീയ പോരാട്ടങ്ങളിലും BJP പ്രവർത്തകർക്ക് ഊർജ്ജം പകരുന്ന ഏറ്റവും വലിയ ചാലക ശക്തിയായി ഈ ചിത്രം എന്നും നിലനിൽക്കും. ഭാരതത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ
BJPയുടെ വളർച്ച കേവലം തന്ത്രങ്ങൾ കൊണ്ടല്ല, മറിച്ച് സ്നേഹത്തിലും ആദരവിലും അധിഷ്ഠിതമായ ഇത്തരം മൂല്യങ്ങൾ കൊണ്ടാണ് എന്ന് ലോകം തിരിച്ചറിയുന്ന നിമിഷമായിരുന്നത്. ഈ ഒരു പ്രവൃത്തിയിലൂടെ ഓരോ BJP പ്രവർത്തകനും തൻ്റെ പാർട്ടിയോടുള്ള പ്രതിബദ്ധത കൂടുതൽ ഉറപ്പിക്കുകയും രാജ്യസേവനത്തിനായി പുനരർപ്പണം നടത്തുകയും ചെയ്യുന്നു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.